സുജയ, ഇതാ നമ്മുടെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി സരിൻ. എങ്ങനെയുണ്ട്? അവസാനമാണ് പ്രചാരണം, ആവേശത്തോടെ പ്രചാരണം. എങ്ങനെയുണ്ട്? ആവേശവും ആഹ്ലാദവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകര് പ്രകടിപ്പിക്കുന്നതിനും അപ്പുറം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് പാലക്കാടൻ ജനതയ്ക്കുള്ള ട്രിബ്യൂട്ടാണ്. ഇടതുപക്ഷം നെഞ്ചിൽ നിന്ന് ഒരു വലിയ സല്യൂട്ട് നൽകുകയാണ്, ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലമായി ഈ മണ്ണ്, ഈ നാട് ജനാധിപത്യത്തിനോടും മതേതരത്വത്തിനോടും ഒക്കെ എങ്ങനെയാണ് നീതി പുലർത്തിയത് എന്നും ഇനി 2 ദിവസം കൊണ്ട് അത് വോട്ടെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുമുള്ളതിൻ്റെ കൃത്യമായ പാലക്കാട് നിർവചനത്തിന് നെഞ്ചേറ്റിയ ജനതയ്ക്ക് ഹൃദയത്തിൽ നിന്നുള്ളൊരു സല്യൂട്ടാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ പാലക്കാടിനോടുള്ള ട്രിബ്യൂട്ടാണ്. നയിച്ച 2 പേർ അപ്പുറത്തോട്ട് മിനിസ്റ്റർ എങ്ങനെയുണ്ട്? അതിഗംഭീരമല്ലേ? ഞാൻ പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കൊട്ടിക്കലാശം, ഇതുപോലെ ആർത്തിരമ്പുന്ന ഒരു ജനക്കൂട്ടത്തെ ഇതുവരെ കണ്ടിട്ടില്ല. പാലക്കാട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കും. മത്സരം ആരുമായ? മത്സരം UDF-ഉമായിട്ടാണ്. BJP ചിത്രത്തിലേ ഇല്ല. UDF കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. UDF-ഉമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ ഈ പാലക്കാടിന്റെ മണ്ണിൽ UDF-നെ കൊമ്പ് കുത്തിച്ചിരിക്കും. കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പരസ്യ പ്രചാരണത്തിന്. എത്ര ഭൂരിപക്ഷം കിട്ടും തരും? ഭൂരിപക്ഷം പിന്നെ പറയാം, അത് പറയാനായിട്ടില്ല. തൊട്ടടുത്ത് ജില്ലാ സെക്രട്ടറി ഉണ്ട്. എങ്ങനെയുണ്ട്? ഈ പ്രചാരണമൊക്കെ അവസാനിക്കുകയാണ്. ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനില്ല, വളരെ സന്തോഷമാണ്. കാരണം നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, മാധ്യമങ്ങൾ തന്നെ എല്ലാം കാണുന്നുണ്ടല്ലോ. വലിയ ജനസാഗരമാണ് ഞങ്ങളുടെ റോഡ് ഷോ തുടക്കത്തിലും ഇന്നത്തെ കൊട്ടിക്കലാശത്തിലും. ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. നല്ല ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേവലം ഈ കൊട്ടിക്കലാശത്തിൻ്റെ മാത്രം ഭാഗമായിട്ടല്ല, ഞങ്ങൾ നടത്തിയിട്ടുള്ള ഇലക്ഷൻ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ ബൂത്തുകളിലും നല്ല നിലയ്ക്കുള്ള ഇലക്ഷൻ സംവിധാനം ഇത്തവണ ഞങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഡോക്ടർ പി സരിൻ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ ത്രികോണ മത്സരമായ എന്നുള്ള നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലേ? ത്രികോണമല്ല, LDF UDF നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ്. BJP-യെ പിന്തള്ളിയിട്ടാണ് മുന്നേറ്റം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ എന്താണ്? ഒന്നാമത്തെ കാര്യം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ LDF-ആണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പ്രചരണത്തിന്റെ ഗതി മുഴുവൻ തീരുമാനിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ നിശ്ചയിച്ച വഴിയിലൂടെയാണ് പ്രചരണം പോയത്. BJP അപ്രസക്തം എന്നാണോ UDF-ഉം LDF മത്സരം എന്ന് പറയുന്നത്? അപ്രസക്തമാണ് BJP. ഓക്കെ, താങ്ക് യു.